വടക്കൻ കേരളത്തിൽ ശക്തമായ കാറ്റിൽ മരം വീണാണ് കെടുതികൾ അധികവും സംഭവിച്ചത്. അരീക്കാട് റെയിൽവേ ട്രാക്കിലേക്ക് ഇന്നലെ മരം വീണയിടത്തിന് സമീപം വീണ്ടും മരം വീണു. ഇതേ തുടർന്ന് സംസ്ഥാനത്ത് പല ട്രെയിനുകളും വൈകിയാണ് ഓടിയത്. ശക്തമായ മഴയിൽ വൈകിട്ട് കോഴിക്കോട് മാത്തോട്ടത്തും വീണ്ടും റെയിൽവേ ട്രാക്കിൽ മരം വീണു. 2 മണിക്കൂറോളം പാളത്തിൽ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് മുൻപിൽ മരം പൊട്ടി വീണ് ഗതാഗത തടസ്സമുണ്ടായി. വടകര മൂരാട് പാലം അപ്രോച്ച് റോഡിൽ വിള്ളലുണ്ടായി. മീൻചന്തയിൽ ഓബി റോഡ് സ്വദേശി ഉവൈസിന്റെ വീടിന് മുകളിലേക്ക് മരം വീണു. കോഴിക്കോട് വില്യാപ്പള്ളി അരയാക്കുൽ താഴെ പാങ്ങോട്ടൂർ ഭഗവതി ക്ഷേത്രം മരം വീണ് തകർന്നു. മരം വീണപ്പോൾ നിരവധി വവ്വാലുകൾക്കും ജീവനാശം സംഭവിച്ചു. രാമനാട്ടുകര പരിഹാരപുരം ക്ഷേത്ര ചുറ്റമ്പലത്തിന്റെ ഓടുകൾ കനത്ത കാറ്റിൽ പറന്ന് താഴെ വീണു. ഏകദേശം 1000-ഓളം ഓടുകൾ തകർന്നിട്ടുണ്ട്. വയനാട്ടിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും മഴക്കെടുതികൾ രൂക്ഷമായി തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. കോട്ടത്തറ പഞ്ചായത്തിലെ വെള്ളിയോട് റോഡ് ഒലിച്ചുപോയതിനെ തുടർന്ന് 19 ആദിവാസി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. വയനാട്ടിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ മഴക്കെടുതികൾ തുടരുകയാണ്. കൊളക്കിമുട്ടൻ കുന്ന് കോളനിയിലേക്കുള്ള ഏക വഴിയാണിത്. ഇവിടെ ഈ കൽവേട്ടിനോട് ചേർന്നുള്ള റോഡ് ഒലിച്ചുപോയ നിലയിലാണ്. പുഴയോരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ്. പലയിടത്തും റോഡുകളും പാലങ്ങളും അപകടാവസ്ഥയിലാണ്. വെണ്ണിയോടേക്ക്, കരിഞ്ഞകുന്ന്, കോട്ടത്തറ തുടങ്ങിയ ഒട്ടേറെ ചെറു പ്രദേശങ്ങളിൽ നിന്നുള്ള ഏക ഗതാഗത മാർഗം ഈ റോഡ് തന്നെയാണ്. ഉത്തരവാദപ്പെട്ട ആളുകൾ ഇനിയും ഇത് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വന്നാൽ ഈ ജനങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ വിഭാഗം ജനങ്ങളും ഒറ്റക്കെട്ടായി സമരമുഖത്തേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. കണ്ണൂർ കുപ്പത്ത് ദേശീയപാതയ്ക്ക് കുന്നിടിച്ച സ്ഥലത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായി. വൈദ്യുതി പോസ്റ്റ് സ്ഥാപിച്ച സ്ഥലത്തെയും മണ്ണിടിഞ്ഞു. ഈ പാതയിലൂടെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. കണ്ണൂർ വയനാട് പാതയായ പാൽച്ചുരത്തിലും മണ്ണിടിച്ചിലുണ്ടായി. ചെകുത്താൻ തോടിന് സമീപമാണ് മണ്ണും പാറക്കഷ്ണങ്ങളും റോഡിലേക്ക് പതിച്ചത്. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടമാണ്. കിനാനൂർ, കരിന്തളം, കാരിമൂലയിൽ 100ഓളം വാഴകൾ നശിച്ചു. ശക്തമായ മഴയിൽ കിണറിടിഞ്ഞു. പനന്തടി റാണിപുരം റോഡിൽ മരം കടപുഴകി വീണ് മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. വിദ്യാനഗറിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം പൊട്ടിവീണു. യാത്രക്കാരനായ പവിത്രൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.